ഹലോ ഗൈസ്, അപ്പൊ ശിവകാർത്തികന്റെ പരാശക്തി കണ്ടിട്ട് നേരെ വന്ന് റിവ്യൂ പറയാണ്. ശിവകാർത്തികന്റെ 25ാമത്തെ സിനിമ സുധാ കൊങ്കര സംവിധാനം ചെയ്ത് GV പ്രകാശിന്റെ സംഗീതത്തിൽ വന്ന ചിത്രം. ശിവകാർത്തികന് പുറമെ അഥർവ, ജയം രവി, ശ്രീലീല എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം. ഈ സിനിമ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ സൂര്യ, ദുൽഖർ, നസ്രിയ ആയിരുന്നു ആദ്യത്തെ കാസ്റ്റിംഗ്. ഈ സിനിമ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ആദ്യത്തെ 15 മിനിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കിടിലൻ പടത്തിനാണ് വന്നിരിക്കുന്ന ഒരു ഫീൽ വരും. അത്രയ്ക്ക് അടിപൊളി മേക്കിംഗ് ക്വാളിറ്റി ആയിരുന്നു ആദ്യത്തെ 15 മിനിറ്റിൽ. നേരെ കഥയിലേക്കും കിടക്കുകയാണ് ആദ്യത്തെ 15 മിനിറ്റ് തന്നെ. പക്ഷേ ഈ 15 മിനിറ്റിന് ശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് മെയിൻ ആയിട്ട് പറയേണ്ടിയിരിക്കുന്നത്. ഈ 15 മിനിറ്റ് കഴിയുമ്പോൾ പിന്നീട് ശിവകാർത്തികനും ശ്രീലീലയും തമ്മിലുള്ള ലവ് പോർഷനിലേക്കാണ് കിടക്കുന്നത്. ഈ ലവ് ട്രാക്ക് ആദ്യം കടക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നല്ല ഇഷ്ടപ്പെടുന്ന കോമഡി രീതിയിലൊക്കെയാണ് പോകുന്നത്. അന്നേരം വരുന്ന പാട്ടായാലും BGM ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ പിന്നീട് ഈ ട്രാക്കിനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ലവ് ട്രാക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് തിരിച്ച് കഥയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പോയി അവസാനം കഥയിലേക്ക് തിരിച്ചു വരുന്നത് ഇന്റർവെൽ ബ്ലോക്ക് വരെ ഈ ലവ് ട്രാക്കാണ്. ഇന്റർവെൽ ബ്ലോക്കിലേക്ക് തൊട്ട് മുമ്പാണ് കഥയിലേക്ക് തിരിച്ചു വരുന്നത്. ഈ ഇന്റർവെൽ ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും തിരിച്ച് കഥയിലേക്ക് ഉടനെ വരുമെന്ന്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ വീണ്ടും ഈ ലവ് ട്രാക്കിലേക്ക് പോയിട്ട് ഒരു സോങ്, ആ സോങ്ങിന്റെ അവിടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. GV പ്രകാശിന്റെ 100ാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ വന്ന പാട്ടുകളൊക്കെ മികച്ചു നിന്നിരുന്നു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫിൽ തുടക്കുന്ന ഒരു പാട്ടുണ്ട്, അതിന്റെ വിഷ്വൽ അടിപൊളിയായിരുന്നെങ്കിലും അവിടെ ഒരു പാട്ട് വന്നത് സിനിമയുടെ ആ ഓടുന്ന ആ ഫ്ലോ, കഥ പറയുന്ന ഫ്ലോ അങ്ങോട്ട് പോവുകയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കയറുകയാണെങ്കിൽ ആ സിനിമ ഒരേ ഫ്ലാറ്റ് ലൈനായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഈ സിനിമയുടെ ക്യാമറ വർക്കും അതുപോലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് പഴയ കാലഘട്ടമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ക്യാമറ വർക്കും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ശിവകാർത്തികൻ്റെ ആയാലും ശ്രീലീല ആയാലും ജയം രവി, അഥർവ ഇവരുടെയൊക്കെ ആക്ടിങ് അടിപൊളിയായിരുന്നു. പക്ഷേ ശ്രീലീല, ശിവകാർത്തികൻ അതുപോലെ അഥർവയുടെ അത്ര സ്ട്രോങ് ക്യാരക്ടർ ആയിരുന്നില്ല ജയം രവിയുടെ, അതിന് ബേസ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ സിനിമ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സീൻ കട്ടയാവുമായിരുന്നു. ഇപ്പൊ തന്നെ ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റിന്റെ അടുത്താണ് സിനിമ ഉള്ളത്. അതിൽ തന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ ലെങ്ത് വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണ് സിനിമ. അവസാനം ഒരു ക്ലൈമാക്സിൽ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൊള്ളാവുന്ന ഒരു സീക്വൻസ് ഒക്കെ ആയിരുന്നു. ഇതിനകത്ത് 2 ക്യാമിയോ ഉണ്ട്. അത് ഓൾറെഡി ലീക്കായി തന്നെയാണ്. മലയാളത്തിൽ നിന്നും ബേസിലും തെലുങ്കിൽ നിന്നും റാണയാണ് വരുന്നത്. മൊത്തത്തിൽ ഈ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു കണ്ടന്റിൽ ആവറേജ് സ്ക്രിപ്റ്റും അതുപോലെ കിടിലം മേക്കിംഗ്, വിഷ്വലും മേക്കിംഗ് അടിപൊളിയായിരുന്നു. പക്ഷേ അതിന്റെ തിരക്കഥ അത്ര വർക്കൗട്ട് ആയില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു ആവറേജ് സിനിമയാണ് മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പക്ഷേ തമിഴ്നാട്ടിൽ തമിഴ് ഓഡിയൻസിന് ഇതൊരു നല്ല സിനിമയായിട്ടൊക്കെ തോന്നാം. അവർക്ക് റിലേറ്റഡ് കണ്ടന്റ് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റാണ് ഈ സിനിമയിലുള്ളത്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് അഭിപ്രായമാണ് ഈ സിനിമയെക്കുറിച്ചുള്ളത്. നിങ്ങൾ ഈ സിനിമയെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സിനിമയെക്കുറിച്ച് വീണ്ടും പറയുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.